നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണം അല്ലേ? അതായത് നമുക്കൊരു ഡൊമൈൻ നെയിം വേണം, സെർവർ വേണം, എന്നിട്ട് ഡൊമൈൻ നെയിമിൽ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് ചെയ്ത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് ഗിറ്റ്ഹബ് പേജസ് അല്ലെങ്കിൽ GH പേജസ് എന്ന് പറയും. അതായത് ഗിറ്റ്ഹബിൽ നിങ്ങളെ കോഡ്, സ്റ്റാറ്റിക് കോഡുകൾ, ഡൈനാമിക് അല്ല സ്റ്റാറ്റിക് ആയിട്ടുള്ള കോഡുകൾ, അതായത് HTML ഒക്കെ ചെയ്തിട്ടുള്ള കോഡുകൾ നിങ്ങൾ ഗിറ്റ്ഹബിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്തിട്ട് ആ URL നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് ഇന്ന് നോക്കുന്നത്. അതായത് നിങ്ങളെ ഏത് റെപ്പോസിറ്ററി ആണോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടത് ആ റെപ്പോസിറ്ററിയിൽ വരിക. ആ റെപ്പോസിറ്ററിയിൽ വന്നിട്ട് ആ റെപ്പോസിറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു index.html ഫയൽ ഉണ്ടായിരിക്കണം. അതായത് മെയിൻ ഫയൽ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ് വേണ്ടത്. വേറെ ടാസ്ക് 2 മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. index.html എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങളെ മെയിൻ ഫോൾഡറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്കിവിടെ index.html ഫയൽ ഉണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാനിവിടെ റെപ്പോസിറ്ററിൻ്റെ സെറ്റിങ്സ്, നേരത്തെ നമ്മൾ നോക്കിയത് പ്രൊഫൈൽ സെറ്റിങ്സ് അല്ല, ഇത് പ്രൊഫൈൽ സെറ്റിങ്സ്. ഇവിടെ കാണുന്നത് റെപ്പോസിറ്ററിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ റെപ്പോസിറ്ററിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം നിങ്ങൾ വീണ്ടും സൈഡ് ബാറിലേക്ക് പോവുക. സൈഡ് ബാറിൽ പോയിട്ട് പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഗിറ്റ്ഹബ് പേജസ്. അവിടെ ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓപ്ഷനിൽ ഡീഫോൾട്ടായിട്ട് സോഴ്സ് ഡിപ്ലോയ് ഫ്രം എ ബ്രാഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഡീഫോൾട്ട് സെലക്ഷൻ മതി. അതിനുശേഷം ബ്രാഞ്ച് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബൈ ഡീഫോൾട്ട് നണ്ണാണ് ഉണ്ടാവുക. അത് മാറ്റിയിട്ട് ഏതാണോ നിങ്ങളെ ബ്രാഞ്ച്, അതായത് ബൈ ഡീഫോൾട്ട് മെയിൻ ആണ് നമ്മളെ മെയിൻ ബ്രാഞ്ച് ഉണ്ടാവുക, ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ വെബ്സൈറ്റ് ഡിപ്ലോയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ URLs ഇവിടെ കാണാൻ പറ്റും. ഏതാണോ ലിങ്ക് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് റീഡ്മി ഫയലിൽ ആഡ് ചെയ്യാം. അതായത് ഏതാണ് എൻ്റെ വെബ്സൈറ്റിന് ലൈവ് ലിങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റീഡ്മി ഫയൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിവിടെ റീഫ്രഷ് ചെയ്തതിന് ശേഷം എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് യുവർ സൈറ്റ് ഈസ് ലൈവ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു URL കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഈ URL ആണ് നിങ്ങൾ കോപ്പി ചെയ്ത് റീഡ്മിയിൽ ആഡ് ചെയ്ത് വെക്കേണ്ടത്. അതായത് വിസിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഞാൻ ആ ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത് അതിവിടെ എനിക്ക് കാണാൻ പറ്റും.